ഹലോ കൂട്ടുകാരെ, എന്താണ് മിണ്ടാത്തത്? ഹലോ കൂട്ടുകാരെ, ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പൊന്നുമോൻ്റെ കുത്തിവെപ്പ് എടുക്കാൻ പോവാണ്. സങ്കടമുണ്ട്, സാരമില്ല. ഇപ്പോഴേ തുടങ്ങിയിരിക്കുക, ഹോസ്പിറ്റലിൽ നിന്ന് കരയാനുള്ള കരച്ചിൽ ഇപ്പോഴേ അങ്ങ് തുടങ്ങിയിരിക്കുക. ഒരു ഹായ് പഠിഞ്ഞി, എല്ലാവരോടും ഹായ് പഠിഞ്ഞി, മാമനും ആൻറ്റിക്കും എല്ലാവർക്കും ഹായ് പഠിഞ്ഞി. എല്ലാവരും വീഡിയോ കാണണമെന്ന് പറഞ്ഞേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും വീഡിയോ കാണണേ. നിങ്ങളങ്ങ് പഠിഞ്ഞോ, നാണില്ല അല്ലേ? ഞങ്ങള് റെഡിയായി ഇരുന്നിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറായി. 10 മണിക്ക് പോകണ്ടേ, 1.5 മണിക്കൂറിന് വേണ്ടി 10 മണിക്ക് എത്തേണ്ട ഞങ്ങള് ഇപ്പോഴത്തെ എവിടെ ഇരിക്കും? ഇപ്പം എത്ര മണിയായി സമയം നോക്കട്ടെ? 11:06. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇത്രയും നേരമായിട്ടും മഴ ഇതുവരെയും തോന്നിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇനി എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. അവിടെ എങ്ങനെ നിങ്ങൾക്കൊക്കെ മഴയൊക്കെ ഉണ്ട്? ഇവിടെ എന്തായാലും വെള്ളശൈലി ഇല്ല, പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് വെള്ളമൊക്കെ കയറുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ വീടിനടുത്ത് വെള്ളമൊക്കെ കയറിയിട്ട് നാസിയുടെ വീടിനടുത്ത് കാർ ഓട്ടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തവൻ പറഞ്ഞായിരുന്നു. ഉറക്കം വരുന്നു. ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു. പോകുന്ന ഇതായതുകൊണ്ട് ഞങ്ങൾ ഉറക്കിയതുമില്ല, ഇങ്ങനെ ഇരിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലേ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആവാം. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇറങ്ങിയിട്ട് അവിടെ പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹോസ്പിറ്റലാണല്ലോ, പിന്നെ ഇത് ഞങ്ങൾ വണ്ടിയിലിരിക്കുകയാണ്. തയ്ച്ചാന്ത് മോനെ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിത് ഗേറ്റയുടെ പണ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് കിടക്കുവാണ്. വണ്ടി ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കമാണ്. ഇഞ്ചക്ഷൻ എടുത്തപ്പം കരഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളിതാ ഗേറ്റ് അടവിൽ ഇങ്ങനെ കിടക്കും. ഇച്ചാൻ അതിൻ്റെ ആ സങ്കടത്തിലിരിക്കുവാണ് കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ ഇച്ചാൻ്റെ കയ്യിലായിരുന്നു മോനിരുന്നു. ഇച്ചാൻ കണ്ണടച്ച് പിടിച്ച് സങ്കടം വന്നു കേട്ടോ. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മുടെ കുറ്റിമുക്ക് എന്ന് പറയും കേട്ടോ. അവിടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കുലുക്കാണ് കേട്ടോ. വണ്ടി കിടന്ന് ഭയങ്കര കട്ടറും ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് ക്യാമറ. ഇതാണ് ചെറിയൊരു ഇറക്കം ഇറങ്ങി ചെന്നിട്ട് ഇതാണ് ഭയങ്കര കുലുക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര കുലുക്കെന്ന് വെച്ചാൽ ഭയങ്കര കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ പോലെ തെന്നിപ്പോയി, അതുപോലെ കുലുക്കായിരുന്നു. ഇതൊരു കുളമാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ അങ്ങനെ ആരും യൂസ് ചെയ്യുന്ന കുളമൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഇത് ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് താമസിച്ച വീടാണ്. ഇതാണ് കണ്ടത്, ഞങ്ങൾ പറഞ്ഞില്ല വയലൊക്കെ ഉണ്ടെന്ന്, അതാണ് കേട്ടോ ഇവിടെ. അതിനുശേഷം ഇതാ ഈ കാണുന്ന ഇടവഴിയില്ലേ, ഈ കാണുന്ന ഇടവഴിയിൽ കൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് പോകണം. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹോസ്പിറ്റലൊക്കെ നമുക്ക് അകത്തോട്ട് ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഡോറയെല്ലാം ചോദിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇത്താൻ നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇത്താടെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇച്ചാനാണ് ഫുള്ള് എടുത്തതും കാര്യങ്ങളെല്ലാം ചെയ്ത് പോയിട്ട് വന്നു. ഇപ്പോൾ ദാ ഫീഡ് ചെയ്തു. ആള് വലിയ കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ എടുത്തപ്പം അത്യാവശ്യം കരഞ്ഞായിരുന്നു കേട്ടോ. അതിന് ശേഷം പുള്ളി അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു ഇവിടെ കയറിയപ്പോൾ മഴ കേട്ടോ. തിരിച്ച് പോയപ്പോഴും മഴയായിരുന്നു, അതുകൊണ്ട് പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വഴിയിലുള്ളതൊന്നും. പിന്നെ ഇപ്പോൾ വന്നു തൊട്ടിൽ കിടത്തിയേക്കുവാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പം പിന്നെ നമുക്ക് ഈ പനിയുടെയൊക്കെ മരുന്ന് കൊടുക്കാനുണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചാൻ മേടിക്കാൻ വേണ്ടി പോയേക്കും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്, കാണാൻ പറ്റുന്നില്ലേ, വീഡിയോ എടുത്താണ്. പിന്നെ കട്ടിലൊന്നും ആരും നോക്കണ്ട. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ കട്ടിലെ സാധനങ്ങളെല്ലാം റൂം അലങ്കോലപ്പെട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒതുക്കിയൊക്കെ വെക്കണം. അപ്പം ഞാൻ ജസ്റ്റ് വന്നിട്ട് ഒരു പഴം എടുത്ത് കഴിക്കായിരുന്നു. ബാക്കി പിന്നെ കാണാം.